വേണ്ടത് വന്നു നോക്കണ്ട കുട്ടികളെ കോലറിയണമെങ്കിൽ. അപ്പൊ അറിയാം നിങ്ങളെ കൂടുതൽ ബന്ധമുള്ള ആൾക്കാർ. നിങ്ങൾ എന്ത് കേട്ടാലും തക്ബീർ ചെല്ലുന്ന, എന്ത് കേട്ടാലും അത് അംഗീകരിക്കുന്ന സമൂഹമല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയാണ്, അദ്ദേഹം തിരുവമ്പാടിയിൽ വെച്ച് ഇതുപോലത്തെ ഒരു പൊതുയോഗത്തില് അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ സെക്രട്ടറി എത്തിയിട്ട് പറഞ്ഞു, അയാൾ പ്രസംഗിച്ച പ്രസംഗ, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു. ജബ്ബാറാജി അല്ലട്ടോ, മറ്റേ ആളെ പറഞ്ഞത്. അയാളെ പേര് ഞാൻ ആ പേര് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. കാരണം പേര് ഉപയോഗിക്കാത്ത അദ്ദേഹത്തുള്ള വിദ്വേഷം കൊണ്ടല്ല, വെറുതെ അത് പറഞ്ഞ് നമ്മളൊരു സങ്കടപ്പെടാൻ ചെയ്തില്ല. ഈ വിഷയം മുസ്ലിം സമൂഹത്തിൽ ഇനി പ്രവാചകൻ വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തോന്നുന്നു. തക്ബീറെ, ഒരു നബി വരികയാണ്, തക്ബീറില്ല. ആ തക്ബീർ ചൊല്ലിയ ആളുകളുടെ അത്ഭുതം ആ നാട്ടുകാർ പറഞ്ഞു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രസംഗം വന്ന് ചിലരൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു, സാധാ റെക്കോർഡ്. അങ്ങനെ ആ പ്രസംഗം നമ്മൾ കേട്ടു. ഞാൻ കോഴിക്കോട് ഓഫീസിലിരിക്കുന്ന സമയത്ത്, സുന്നിയക്കാർ ഓഫീസിലിരിക്കുമ്പോൾ ഷെയ്ഖുന ശംസുലമ ഓഫീസിലോ, ഞാൻ ഇപ്പോഴും അരങ്ങനെ ഓർക്കുക. അദ്ദേഹം ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പത്രം വായിച്ചു കൊടുക്കാന്നുള്ളൊരു പണിയുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം വിളിക്കും, അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിളിക്കും. പത്രം വായിച്ചു കൊടുക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷെയ്ഖുന, തിരുവമ്പാടിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സിറിയക് ജോൺ മന്ത്രി ഇങ്ങനൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, അതിന് തക്ബീർ ചൊല്ലിയിട്ട് കുട്ടികളെന്നാണ്. ഷെയ്ഖുന പറഞ്ഞത് ശരിയാണ്ടാവും. ഞാൻ ആകെ ഒന്ന് പതറി. കാരണം നമ്മള് ഷെയ്ഖുനന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി ശരിക്കും കിട്ടും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ, അത് പാളിപ്പോയി. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു നബി വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും എന്നാ പറഞ്ഞത് എന്നാണ്. അതിനെന്താ കുഴപ്പമെന്ന് വെച്ചു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ മിണ്ടാതെ, പിന്നെ മിണ്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മിണ്ടാതിരുന്നപ്പോ അദ്ദേഹം കുലുങ്ങി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും എന്റെ മുഖത്ത്, ഞാൻ ആ മുഖം ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, എടാ, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് കള്ളപ്രവാചകനാന്ന് ഉറപ്പല്ല, അതിന് പറ്റിയാണ് ഇവനല്ലാതെ ആരാടാന്ന്. എന്നോട് ഷെയ്ഖുന ശംസുലമൻ നവറല്ലാഹു മർക്കദ, ആ മഹാന്റെ റൂഹ് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാവും. ഞാനും അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലോ. ഷെയ്ഖിന് എപ്പോഴും വിലങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കും, നമ്മൾ വിചാരിച്ച പോലെ അല്ല പോവാ. അങ്ങനെ തന്നെ പറഞ്ഞു അദ്ദേഹം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഈ പറയുന്നത്. ഞാൻ നല്ലൊരു രസകരമായ മറുപടി കിട്ടും ഞാൻ ചോദിച്ചു, അതിനേക്കാൾ രസകരമായ മറുപടിയാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ചോദ്യം മറുപടി ഉടനെയാ. അങ്ങനെ എന്ത് ചോദിച്ചാലും ഉടനെ മറുപടിയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞതിന്റെ സത്യാവസ്ഥ ഞാൻ ബോധ്യപ്പെടുത്തരാം. വളരെ ചുരുങ്ങിയ സമയത്തുള്ള, ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമയിൽ 1974 ഇദ്ദേഹം മുഷാവറ മെമ്പറായി വരികയും 79 തന്നെ അദ്ദേഹം സംഘടനയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് സമത്തിൽ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്നിരുന്ന അദ്ദേഹത്തെ സമസ്ത കേരള ജംഇയ്യത്തുലമ വിലക്കി പാടില്ല എന്ന് പറഞ്ഞു. പാടില്ല എന്ന് പറഞ്ഞപ്പോൾ SSF-നെയും SYS-നെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. സുന്നി പാർലമെന്ററി ബോർഡ്, രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പാർലമെന്ററി ബോർഡ് ആവശ്യമുള്ളൂ. പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. ആ പാർലമെന്ററി ബോർഡിന്റെ കീഴിൽ യോഗം ചേർന്നുകൊണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ നിന്നാൽ അവരെ തോൽപ്പിക്കണം. ഈ തോൽപ്പിക്കൽ ഒരു മുജാഹിദ് ജമാഅത്ത് പശ്ചാത്തലത്തിലാണ് എന്നാണ് ആദ്യമൊക്കെ ധരിച്ചത്. പക്ഷെ അവിടുന്ന് വിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ തോൽപ്പിക്കുക, അതിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾക്കറിയാം, AV അബ്ദുറഹ്മാൻ ഹാജി മത്സരിച്ചിരുന്നു മേപ്പയൂരിൽ. AV അബ്ദുറഹ്മാൻ ഹാജിയെ തോൽപ്പിക്കണമെന്ന് പ്രസംഗിച്ചു. ഞങ്ങൾ അവരോട് തിരിച്ചു വെച്ചു, AV തോറ്റാൽ ആരാ ജയിക്കുന്നത്? കണാരൻ. കണാരൻ ജയിച്ചിട്ട് മുഷാവറിൽ എടുക്കാൻ പറ്റുമോ? കണാരൻ ജയിച്ചിട്ട് ഇവർക്ക് എന്താ കാര്യം? AV തോറ്റാൽ കണാരൻ ജയിക്കും, കണാരനും AV തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ പരാജയപ്പെടുത്തണമെന്ന് ഇവർ ആഹ്വാനം ചെയ്തു. ആയിക്കോട്ടെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അവർക്ക് അവകാശമുണ്ട്, പക്ഷെ സമത്വയുടെ പേരിൽ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി അവസാനം എറണാകുളത്ത് യോഗം വെച്ചു. എറണാകുളത്ത് സമ്മേളനം വെച്ചു. സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ആ സ്വാഗത സംഘത്തിലേക്ക് ഉത്തരവാദപ്പെട്ട സമത്വയുടെ നേതാക്കൾപ്പെട്ട നാട്ടിക മൂസ മൗലവി, MM മൊഹീദ്ദീൻ മൗലവി, AM പരീദ്, അതുപോലെ തന്നെ MK കുഞ്ഞുമോ മുസ്ലിയാർ, അഹമ്മദ് കോയമത്തങ്ങൾ, സ്വാദിഖ് മുസ്ലിയാർ, ഇങ്ങനെയുള്ള പ്രമുഖരെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാതെ വന്നപ്പോൾ അവരുടെ ഒരു യോഗം നാട്ടിക വിളിച്ചു. നാട്ടിക മൂസ മൗലവി ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കൂട്ടാതെ സുന്നി സംഘത്തിന്റെ സ്വസംഘം ഉണ്ടാക്കി? അതിന് അവര് പറഞ്ഞ മറുപടി, പാണക്കാട്ട് നിന്ന് പറയുന്നത് മാത്രം കേൾക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സുന്നത്യമായതിന് പ്രാമുഖ്യം നൽകുന്നവരെ മതിയില്ല. പാണക്കാട്ടില്ലാത്തൊരു സുന്നത്യമായതേതാ? അതുകൊണ്ട് നാട്ടിക മൂസ മൗലവി പറഞ്ഞു, ഞങ്ങൾ പാണക്കാട്ട സുന്നത്യമായത്തുകാരാണ്, ഞങ്ങളൊരു സമ്മേളനം നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചു മധ്യമേഖലാ സുന്നി സമ്മേളനം.